ഇനി മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ കൗൺസിൽ യോഗത്തിന് മുൻപ് ഗണഗീതം പാടി ബി.ജെ.പി. പ്രവർത്തകർ. ആദ്യ കൗൺസിൽ യോഗം അവസാനിച്ചു. വിജയമാണ് അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയത്. ദേശീയ നേതാക്കളുടെ സാന്നിധ്യം, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഗണഗീതം പാടിയത് എപ്പോഴാണ്? കൂടുതൽ വിവരങ്ങൾ. അനുജ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും സത്യപ്രതിജ്ഞയായിരുന്നു. രാവിലെ ത്രിതല പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ 11:30 ശേഷം നഗരസഭയിലെ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ ആദ്യ കൗൺസിൽ യോഗം ചേരുന്നതിന് മുന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള ബി.ജെ.പി. പ്രവർത്തകർ ഗണഗീതം പാടിയിട്ടുള്ളത്. അത് ദേശീയ നേതാക്കളുടെ അടക്കം സാന്നിധ്യം പുറത്തുണ്ടായിരുന്നു. അതിനുശേഷം ഈ കൗൺസിൽ യോഗം ഇപ്പോൾ പിരിയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഗണഗീതം പാടി, പക്ഷേ മറ്റ് പ്രതിഷേധങ്ങളൊന്നും കൗൺസിൽ യോഗത്തിലോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഗണഗീതം പാടി അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് 100 ജനപ്രതിനിധികളാണ്, 100 കൗൺസിൽ അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിട്ടുള്ളത്. അതിൽ ഈ ഗണഗീതം പാടിയത് വലിയ തരത്തിൽ പുറത്ത് വിമർശന വിധേയമാകുന്നുണ്ട്. നേരത്തെ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ വന്ദേ ഭാരതിലുമൊക്കെ ഗണഗീതം പാടി വിവാദമായതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിന് തൊട്ട് മുൻപ് ബി.ജെ.പി. പ്രവർത്തകർ ഗണഗീതം പാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ പുറത്ത് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി ഗണഗീതം പാടിയത് ബി.ജെ.പി. പ്രവർത്തകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.